പ്രിയപ്പെട്ടവരെ, നമ്മളെ പിടികൂടുന്ന പ്രധാനപ്പെട്ട ദുർഭൂതത്തിൽ ഒന്നാണ് കടം. ഈ കടം നമ്മളെ ബന്ധിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഊണും ഉറക്കമെല്ലാം നഷ്ടപ്പെടും. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ തന്നെ നമുക്ക് ഭയമാവും. എവിടെ തിരിഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, നമ്മെ ഭീഷണിപ്പെടുത്തുന്നവർ, അങ്ങനെ ജീവിതം ദുസ്സഹമാക്കി മാറ്റുന്ന ഒന്നായിരിക്കും കടമെന്ന് പറയുന്നത്. കടത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ജീവത്യാഗം പോലും ചിലർ ചെയ്യാൻ തയ്യാറായിരിക്കും. കാര്യം അതിൽ നിന്നുണ്ടാകുന്ന അപമാനങ്ങളൊക്കെ പലർക്കും സഹിക്കാൻ വയ്യാത്തതിനപ്പുറമായിരിക്കും. കടത്തിന്റെ ഒരു കെണിയിൽ പെട്ടുപോയവർക്കറിയാം ഇത് തരണം ചെയ്യുന്നതിന്റെ പാടെന്താണെന്ന്. ഒരിക്കൽ കടത്തിൽ പെട്ടുപോയി അത് അധ്വാനം കൊണ്ട് ആ കടത്തിൽ നിന്ന് മുക്തരായ ഒരാളും പിന്നീട് ജീവിതത്തിൽ കടം എന്ന് പറയുന്ന ഒരു കാര്യം മേടിക്കാൻ തയ്യാറാവുകയില്ല. എന്നാൽ കടം ഒരു ശീലമാക്കി കൊണ്ടു നടക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ആരിൽ നിന്ന് എന്ത് കേട്ടാലും കുഴപ്പമില്ല, അവർ കടം മേടിച്ച് തന്നെ ജീവിക്കുന്ന ഒരു സമ്പ്രദായക്കാരുണ്ട്. നമ്മൾ അവരെ കുറിച്ചല്ല പറയുന്നത്. നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളിൽ കടം വന്ന് കൂടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. നമ്മൾ വ്യക്തികൾക്ക് കടം വന്ന് കൂടുക എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ പിടിപ്പുകേടായിട്ട് കരുതരുത്. നമ്മുടെ പ്രാപഞ്ചികമായിട്ടുള്ള ചില ഊർജങ്ങളിൽ വൈരുദ്ധ്യാത്മകത ഉണ്ടായി വരുമ്പോഴും നമുക്കിത് സംഭവിക്കാറുണ്ട്. നമ്മുടെ പൗരാണികര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചില വസ്തുക്കൾ കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടം കൂടും എന്നാണ് അവർ പറയുന്നത്. പലപ്പോഴും കടം വർദ്ധിച്ചു വരുന്ന പല വ്യക്തികളടുത്ത് സംസാരിക്കുന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കടമായിട്ട് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചിന്തിച്ചിട്ട് പറയും, ഇന്ന സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, അതിന് ശേഷമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടി വന്നത്? അതെ, അതിന് ശേഷമാണ് വന്നത് എന്ന് പറയുന്നു. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഒരു സഹായം എന്നുള്ള രീതിയിലാണ് ഇവർ കൊടുത്തത്. കാര്യം ഒരു മനുഷ്യനെ സഹായിക്കാനാണല്ലോ കടമൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ അന്നേരം നന്മ മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ നമ്മുടെ വീട്ടിലെ ഊർജത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരാൾ കടബാധ്യതയിലോ മറ്റോ നിൽക്കുമ്പോഴാണ് നമ്മളടുത്ത് കടം ചോദിക്കുന്നത്. നമ്മൾ ഇന്ന വസ്തുക്കൾ അവർക്ക് സമ്മാനിച്ച് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് ആ കടത്തിന്റെ ഒരു പങ്ക് കിട്ടുകയോ നമ്മുടെ കടസാധ്യതകൾ വർദ്ധിച്ചു വരികയോ ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന ചില വസ്തുക്കൾ കടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധ്യം ഉണ്ടാവണം. അതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഹൈന്ദവ ആചാര രഹസ്യങ്ങളിൽ വിശ്വാസമുള്ളവർ തുടർന്ന് പൂർണ്ണമായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഇതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങളായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് വന്നുകൂടുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തിക്കിട്ടുന്നതാണ്. അപ്പോൾ കൊടുത്താൽ കടം കയറ്റുന്ന സാധനങ്ങളിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഉപ്പാണത്. അതായത് ഉപ്പ് എന്ന് പറയുന്ന വസ്തുവിന് ഒരുപാട് ക്ലൻസിങ് പവർ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ആചാരങ്ങളിൽ അത് പൊതുവിൽ പറയാറുണ്ട്. ഒരു വീട്ടിന്റെ സംരക്ഷിത ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലുള്ള ഒരു ആള്, ഒരു സുഹൃത്ത്, കൂട്ടുകാരി, ബന്ധു, അവരൊക്കെ രാവിലെ നോക്കുമ്പോൾ അടുക്കളയിൽ കലത്തിൽ ഉപ്പില്ല. അപ്പോൾ ഓടി വന്ന അടുത്ത ആളുടെ ഞാൻ ഉപ്പ് വാങ്ങിക്കാൻ മറന്നുപോയി, കുറച്ച് ഉപ്പിങ്ങി തരൂ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവരാം എന്നുള്ള രീതി പറയും. നമ്മൾ ഉപ്പെടുത്ത് കൊടുക്കും. ഇത് സ്വാഭാവികമായിട്ടും നാട്ടുനടപ്പിലുള്ള കാര്യമാണ്. പക്ഷെ ഉപ്പ് കടം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളൊരു പാക്കറ്റ് ഉപ്പ് എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് വച്ചോ, ഇനി ഇത് തിരിച്ചൊന്നും കൊണ്ടുവരണ്ട, ഇത് വച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. കടം കൊടുക്കരുത്. ഉപ്പ് കൊടുക്കാം, പക്ഷെ അത് കടമാക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്ത ഉപ്പ് ആ ആള് തിരിച്ച് മേടിച്ചുകൊണ്ട് നമുക്ക് തരികയാണെങ്കിൽ നമ്മുടെ കടസാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും, കടബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് സഹായിച്ചോളൂ, തിരികെ മേടിക്കരുത്. രണ്ടാമത്തത് ആഭരണമാണ്. അത് നമ്മൾ ശരീരത്തിൽ ധരിക്കുന്ന ആഭരണത്തെ, സ്വർണത്തെ ലക്ഷ്മി എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. ഈ സ്വർണത്തിന് വില കൂടിയപ്പോൾ ആൾക്കാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് ഇടാനുള്ള നിവൃത്തിയൊന്നും അധികം ഉണ്ടാവില്ല. അതിന് പലരും സ്വർണ്ണമല്ലാത്ത ഇതരമായിട്ട് സ്വർണം പോലെ തോന്നിപ്പിക്കുന്ന മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പല ആഭരണങ്ങളും ധരിക്കാറുണ്ട്. എന്നാൽ ചിലരങ്ങനെയല്ല. തൊട്ടടുത്തുള്ള ആരിൽ നിന്നെങ്കിലും ആഭരണം കടമായിട്ട് വാങ്ങിച്ച് ധരിച്ചുകൊണ്ട് പോകാറുണ്ട്. ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിലായിരിക്കും ഇവർ തങ്ങളുടെ കയ്യിലും കഴുത്തിലുമൊക്കെ, സ്ത്രീകളാണ് പൊതുവിൽ ഇങ്ങനെ ആഭരണം മേടിച്ച് ധരിച്ചുകൊണ്ട്. നമ്മുടെ നാട്ടുകടപ്പായിട്ടുള്ള കാര്യമാണിത്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഒരിക്കലും ആഭരണം കടമായിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ്.
അതായത് ഈ ആഭരണം ഇട്ട് ധരിച്ച് നടക്കാൻ ആഗ്രഹമുള്ള ഒരാളിൻ്റെ കയ്യിലാണ് നിങ്ങൾ ഈ നിങ്ങളുടെ സ്വർണം, മാല അല്ലെങ്കിൽ മോതിര അങ്ങനെയുള്ള കാര്യം കൊടുക്കുന്നത്. ഇത് എന്നെന്നോ ആ ശരീരത്തിൽ കിടക്കാനായിരിക്കും മറ്റേ ആൾ ആഗ്രഹിക്കുന്നത്. ഇയാൾക്ക് ആ ആഭരണം കിട്ടാതെ പോയത് ആ സമയത്ത് അദ്ദേഹത്തിന് ആ സ്വർണം ധരിച്ച് നടക്കാനുള്ള ഒരു യോഗമില്ല. ചിലപ്പോൾ നാളെ അദ്ദേഹത്തിന് യോഗം ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ യോഗമില്ലാത്തൊരു വ്യക്തിക്ക് നിങ്ങളുടെ ലക്ഷ്മി എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ അയാളെ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ സൗഭാഗ്യത്തെയാണ് അദ്ദേഹം ധരിച്ചുകൊണ്ട് നടക്കണം. എന്നിട്ട് നിങ്ങൾക്കത് തിരികെ കൊണ്ടുവരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് തിരികെ മേടിക്കാതിരിക്കുന്നത് പോലെ നമുക്ക് ആഭരണം തിരികെ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ മേടിച്ചിടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഓറയിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടുകയാണ്. അങ്ങനെ പതിയെ പതിയെ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും, ഇങ്ങനെ കടം പലത് കൊടുത്തിട്ടുള്ള ആഭരണങ്ങൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. നിങ്ങളുടെ ധനം കൂടുതലായിട്ട് അതിനുശേഷം ചിലവായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണം കടം കൊടുക്കുന്ന കാര്യം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല, ഈ സ്വർണം കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരുമ്പോൾ വേറെ ഏതെങ്കിലും മോശപ്പെട്ട ഒരു വേറെ ലോകത്തിലുള്ളതെന്നൊക്കെ ആയിപ്പോകാനൊക്കെ ഉള്ള സാധ്യത പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അങ്ങനെയും നഷ്ടസാധ്യതകളൊക്കെ വരാം. എങ്ങനെയാവട്ടെ, അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും സ്വർണം കടമായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറെ ഉത്തമമായിട്ടുള്ള കാര്യം. മൂന്നാമത്തത് കടുകാണ്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നമ്മൾ നിത്യോപയോഗ വസ്തുവായിട്ട് വയ്ക്കുന്ന കടുക്. ഇത് കടം കൊടുക്കാൻ പാടില്ല. കടുകിൻ്റെ ആ കടം എന്നുള്ള വാക്കിലൂടെ കടന്നു വരുന്ന ഒന്ന് തന്നെയാണ് ഈ കടുക് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഈ കടുക് കൊണ്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. വീടുകളിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വസ്തു ഇല്ലെങ്കിൽ അവർ അടുത്തുള്ള വീടുകളിൽ നിന്ന് ചോദിച്ച് മേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഒരു സമൂഹ ജീവിയാകുമ്പോൾ ഇത് കൊടുക്കാൻ നമ്മളും ബാധ്യത. ഇല്ലെന്ന് പറഞ്ഞ് നമുക്കിത് വിടാനൊന്നും പറ്റില്ല. ഒരു നിസ്സാരം കടുക് തന്നില്ലെന്നായിരിക്കും പിന്നീട് അവർ ചിന്തിക്കുക. അപ്പോഴും നമ്മൾ നേരത്തെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു പോലെ, ഉപ്പ് കൊടുത്തിട്ട് നമ്മൾ തിരികെ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കടുക് കൊടുക്കൂ, ഇത് തിരികെ കൊണ്ടുവരല്ലേ എന്ന് പറയണം. കടുക് തിരികെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തിരികെ മേടിക്കരുത് അത്, കേട്ടോ. അത് ചിലപ്പം ചിലർ വിചാരിക്കും കടുക് വാങ്ങിക്കുന്നതിന് വരെ അതിൻ്റെ പൈസയും മേടിച്ചാൽ അതും പാടില്ല. അതിൽ നിന്ന് കിട്ടുന്ന മൂല്യവും മേടിക്കും. നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കാമെങ്കിലാകാം. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പദ്ധതികളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ. നാലാമത്തത് സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ എന്നുള്ളതാണ്. സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ എന്താണ്? നമ്മുടെ ബോഡിയിലടിക്കുന്ന പെർഫ്യൂം, അല്ലെങ്കിൽ ഈ ചന്ദനത്തിരി, അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളായിട്ടുള്ള, ഇപ്പോൾ ഒരു പൂവൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സുഗന്ധം പരത്തുന്ന ഇത്തരം വസ്തുക്കൾ നമ്മൾ കടമായിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് ഇതിന് സേവനം വേറെ പൈസയോ വേണ്ട, അത് തിരികെയും വേണ്ട എന്നുള്ള മട്ടിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഒരിക്കലും അത് തിരികെ വാങ്ങിക്കാൻ പാടില്ല എന്നാണ്. അഞ്ചാമത്തെ കാര്യം പാല് എന്നുള്ളതാണ്. പാല്, അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മൾ ഏത് ദേവതാ പൂജയിൽ എടുത്തു കഴിഞ്ഞാലും പാല് ഒരു പ്രധാന വസ്തുവാണ്. പാലില് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ള സങ്കല്പമുണ്ട്. ദേവഗണങ്ങളുടെ എല്ലാ ചൈതന്യങ്ങളും പാലിലുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ പാല് പലപ്പോഴും നമുക്ക് കടം മേടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി വരും. എങ്ങനെയാണ്? നമ്മളൊരു കവർ പാല് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തു, ആ വീട്ടിലേക്ക് കൊടുത്തു, പിന്നീട് അവർ മേടിക്കുമ്പോൾ തിരിച്ചു വന്നു. ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷെ പാല് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പാല് തിരികെ മേടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കടമായിട്ട് കൊടുക്കരുത്. അല്ല, നിങ്ങൾ സൗജന്യമായിട്ട് അത് കൊടുത്തോളൂ, തെറ്റൊന്നുമില്ല. പിന്നെ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ചിലർക്ക് സംശയം വരും, ഇപ്പം പാല് നമ്മൾ ഡെയിലി മേടിച്ചുകൊണ്ടിരിക്കുന്ന അന്നന്ന് പൈസ കൊടുക്കുന്നില്ല, മാസത്തിലൊരിക്കലാണ് ഈ പൈസ കൊടുക്കുന്നത്, അപ്പോൾ അത് കടമായിട്ടല്ലേ നിൽക്കുന്നത് എന്നൊരു സംശയം വരും. അങ്ങനെയല്ല, നിങ്ങൾ അതിൻ്റെ മൂല്യം കൊടുക്കുന്നുണ്ട്, അത് കടമല്ല. അത് മാസത്തിലൊരിക്കൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു രീതി മാത്രമാണ്, അത് കടമായിട്ട് കണക്ക് കൂട്ടില്ല കേട്ടോ. കടം മേടിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആറാമത്തത് ചെരുപ്പ് എന്നുള്ളതാണ്. ഈ ചെരുപ്പുകൾ അങ്ങനെ കടം കൊടുക്കുന്ന രീതി ഇന്നില്ല, പണ്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഒരാളൊരു ഷൂസ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് എടാ 2 ദിവസത്തേക്ക് ഷൂസ് ഇങ്ങ് തരുമോ, ഞാൻ ഇട്ടിട്ട് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഷൂസൊക്കെ കടം കൊടുക്കുന്ന പലരുണ്ട്. പ്രധാനമായിട്ട് ചില ചർമ്മരോഗങ്ങൾ, ആണിരോഗങ്ങൾ പോലുള്ള കാര്യങ്ങൾ പകരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് തിരിച്ചറിവുള്ളവരൊന്നും സ്വന്തം ഷൂസൊന്നും ആർക്കും കടം കൊടുക്കാറില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ ആർക്കോ ഒരു ചെരുപ്പ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നു. പക്ഷെ അത് തിരികെ മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചെരുപ്പ് കൊടുക്കാതിരിക്കാനെങ്കിൽ നോക്കണം.
കൊടുത്തു പോയാൽ അത് തിരികെ മേടിക്കരുത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യം ഉലക്ക എന്നുള്ളതാണ്. ഈ ആചാരങ്ങൾ പണ്ടുള്ളതാണ് എങ്കിലും ഉലക്ക ഇന്ന് പൊതുവിൽ ഉപയോഗിച്ച് കാണുന്നില്ല. അരി ഇടിക്കാൻ ഉപയോഗിക്കുന്ന ഉലക്ക അറിയാമല്ലോ, ആ അരി പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉലക്ക, അത് പണ്ട് കാലഘട്ടത്തിൽ കടം കൊടുക്കാറില്ലായിരുന്നു. ഇന്ന് പ്രായോഗിക തലത്തിൽ അധികം ഒന്നും ഉലക്ക അപൂർവമായിട്ടുള്ള വീടുകളിലേ ഉള്ളൂ. അത് പലരും കടം മേടിക്കാനൊന്നും വരാറില്ല. എങ്കിലും അറിവിന് വേണ്ടി പറയുന്നു ഉലക്കയും കടം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം കണ്ണാടി എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലെ മുഖം നോക്കാൻ സ്ഥാപിക്കുന്ന കണ്ണാടി ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു വീട്ടിലെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അവിടെ നിന്നുള്ള കണ്ണാടി മേടിച്ചുകൊണ്ട് പോവുകയാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാം എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു തരത്തിൽ അത് കൊടുക്കരുത്. കണ്ണാടി കൊടുക്കുന്നത്, കടം കൊടുക്കുന്നത് ഒരുപാട് കടബാധ്യതകളെ നമുക്ക് വരുത്തി വയ്ക്കും. ഒരുപക്ഷെ നമ്മൾ കൊടുത്ത കണ്ണാടി അവിടെ കൊണ്ടുപോയി പൊട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്ന് കൂടുന്നതിന് കാരണമാവും. അതുകൊണ്ട് തന്നെ കണ്ണാടി ഒരിക്കലും കടമായിട്ട് കൊടുക്കരുത്. ഇനി ഒമ്പതാമത്തെ കാര്യമാണ്, ഇത് എല്ലാവരും അറിഞ്ഞു വച്ചിരിക്കേണ്ട കാര്യമാണ്. കാര്യം ഇന്ന് പ്രായോഗിക തലത്തിൽ ഏറ്റവും അധികം പേര് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതായത് നിങ്ങളുടേതല്ലാത്ത ധനം കൊടുക്കുക എന്നുള്ളത്. കാര്യം മനസ്സിലായോ? അതായത് ഒരാൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ചോദിച്ചപ്പോൾ ഇല്ല, അയാൾ നിങ്ങളുടെ അടുത്ത് കടം ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലില്ല, പക്ഷേ നിങ്ങൾക്ക് അയാളെ സഹായിച്ചേ പറ്റുള്ളൂ, അത്ര വേണ്ടപ്പെട്ട ഒരാളാണ്, നീ ഒന്ന് റിലാക്സ് ചെയ്യൂ, ഞാൻ മറ്റൊരാളിൽ നിന്ന് മേടിച്ചിട്ട് നിനക്ക് തരാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുകയാണ്. എന്നിട്ട് വേറൊരു സുഹൃത്തിനെ സമീപിച്ചിട്ട് പണം കടം മേടിച്ചിട്ട് ഈ മൂന്നാമത്തെ ആളിന് കൊടുക്കുകയാണ്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നിങ്ങളുടേതല്ലാത്ത ധനം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടബാധ്യത ഇരട്ടിച്ചുകൊണ്ടിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. ഇന്ന് റോളിംഗ് എന്നുള്ള രീതിയിലാണ് ഈ കട ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലരെയും കൂട്ടിമുട്ടിച്ച് പണം മേടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഒരിക്കലും പാടില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ ബന്ധം അവർ തമ്മിലാകട്ടെ. അതായത് കടം മേടിക്കാൻ വന്നിരിക്കുന്ന ആളും കടം കൊടുക്കാൻ തയ്യാറുള്ള ആളും തമ്മിലാവട്ടെ. ഇതിന്റെ ഇടനിലക്കാരൻ നിങ്ങൾ മേടിച്ചിട്ട് മറ്റേ ആൾക്ക് കൊടുക്കുന്ന ആ സമ്പ്രദായം ഒഴിവാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യത ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് തന്നെയാണ്. അവർക്ക് ഒരിക്കലും ഉന്നമനം ഉണ്ടാവില്ല. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ധനം അവരുടെ കയ്യിൽ നിന്ന് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് കാണേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ ചില തെറ്റുകൾ നിങ്ങൾ ഈ കാലയളവിൽ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊരു നിരീക്ഷണത്തിൽ വയ്ക്കുക. എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്രൻ മഠം. നമസ്തേ.